എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് ഫ്രണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തിനുള്ളിൽ പുറത്തുനിന്നും വരുന്ന ഭീകരർ താണ്ഡവ നൃത്തം ആടുമ്പോൾ അവരെ നാം നമ്മുടെ എല്ലാ ശക്തി ഉപേക്ഷിച്ച് അവരെ ആട്ടിയോടിക്കുന്നു. അത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ആർക്കും ഒരു എക്സ്ക്യൂസും കൊടുക്കാറില്ല. അത് രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന ഭീകരവാദികൾ ശക്തിയുക്തം എല്ലാവരും ചേർന്ന് അവരെ നമ്മൾ എല്ലാ രീതിയിലും അവരെ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ജനങ്ങളും ഗവൺമെൻറ്റും പ്രയത്നിക്കുന്നതും ഒരു പരിധിവരെ നാം അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യുന്നത്. എന്നാൽ പുറത്തുനിന്ന് വരാത്തതായ പലരും ഇവിടെ ഭീകരവാദം നടത്തുന്നു. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കെതിരായിട്ട് ആരും യാതൊരു കാര്യമായ നിലപാടും സ്വീകരിക്കുന്നില്ല. ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന അവരുടെ അനുഭാവികളായ ബജ്രംഗ് ദൾ അംഗങ്ങൾ വളരെ മോശമായ രീതിയിലുള്ള ന്യൂനപക്ഷ പീഡനം നടത്തുകയാണ്. ഇത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിന് യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല. അവർ കണ്ണടച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വികാരമെന്നറിയില്ല. മറ്റുള്ള എല്ലാ കാര്യത്തിലും എന്ത് കുഴപ്പങ്ങളുണ്ടായാലും ED പ്രശ്നം പലതൊക്കെ എല്ലാ രീതിയിലും ആൾക്കാരെ വേട്ടയാടുന്നു. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്താലും അത് മതസ്പർദ്ധത വളർത്തുന്നു, മതപരിവർത്തനം നടത്തുന്നു എന്ന പേരിലൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ മുമ്പുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇല്ലാത്ത ആരോപണങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ വഴിപിടിക്കുക, അവരെ ഉപദ്രവിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വടക്കേ ഇന്ത്യയിൽ കൂടിക്കൂടി വരികയാണ്. അതിന് ഇതുവരെയായിട്ട് യാതൊരു പരിഹാരവും ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാകുന്നില്ല. ബജ്രംഗ് ദൾ ഭരണം അവരാണ് നടത്തുന്നുള്ള ആ അഹങ്കാരം അവരിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഹുങ്ക് അവരിൽ ഉണ്ടായി. അതിന് അടിയന്തരമായുള്ള ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറിപ്പോകും. അവസാനം നമ്മൾ ഒരു വശത്ത് പാകിസ്ഥാൻ നമ്മളെ മോശമായിട്ട് വിമർശിക്കുകയാണ്, ന്യൂനപക്ഷം അത് കള്ളത്തരം, വായെടുത്തവർ നുണ പറയുന്നു, അത് നമ്മൾ കാര്യമാക്കരുത്. എന്നാൽ നാം സ്വയം നമ്മെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ഒത്തിരി മോശമായ പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക്. സോ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. കൂടുതലും നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അക്കമിട്ട് ഓരോ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈവൻ ആഹാരം വെള്ളം വരെ കൊടുക്കാതെ പീഡിപ്പിച്ച് വയസ്സായ ഒരാളെ വരെ കൊന്ന ചരിത്രങ്ങളും മനുഷ്യർ ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് ദയവ് ഇതിനൊരു അതിർത്തി വരുത്തുക. ഇത് വളരെ പ്രധാനമാണ്. ഇത് രാജ്യത്തിന് വളരെ ക്ഷീണം ചെയ്യും. നമ്മുടെ രാജ്യം എല്ലാവർക്കും ഒരുപോലെ ജീവിക്കുന്നവരാണ്, റൈറ്റ്സാണ്. പക്ഷേ ഇപ്പോൾ ഈ ഭരണത്തിൽ ഉള്ളവരുടെ മെമ്പേഴ്സ് തന്നെ ഒരു മോശമായ ഒരു സാഹചര്യം ഇന്ത്യയുടെ അകത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കാണുക. അതിനുവേണ്ടി സ്ട്രിക്റ്റായിട്ടുള്ളൊരു ആക്ഷൻ എടുത്തിരിക്കണം. എനിക്ക് ഡോവലിനോടും നമ്മുടെ ഫോറിൻ സെക്രട്ടറിയോടൊക്കെ പറയാനുള്ളത്, ഫോറിൻ മിനിസ്റ്ററോടൊക്കെ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധീകരിക്കുകയാണ് ഏറ്റവും പ്രധാനം. എങ്കിൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വരുന്നവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ. പുറത്തുനിന്ന് വരുന്നവർ ഒരു സൈഡിൽ അറ്റാക്ക് ചെയ്യുകയും നമ്മുടെ രാജ്യത്തിലുള്ളവർ അറ്റാക്ക് ചെയ്യും, നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ളവർ തന്നെ രാജ്യത്തിൻ്റെ അകത്തുള്ളവർ അറ്റാക്ക് ചെയ്യുന്നത് ഈ പ്രവണത നല്ലതല്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു
വീഴ്ചയായി കാണേണ്ടി വരും. അതുകൊണ്ട് ആ വീഴ്ച ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് മോദിജിയോട് അമിത് ഷായോടും നിങ്ങളോട് രണ്ടുപേരോടും പറയാനുള്ളത്, ഇതൊരു മോശമായൊരു പ്രവണതയാണ്. ഇങ്ങനെയുള്ളൊരു പ്രവണത നിങ്ങളിൽ നിന്നും ആരും പ്രതീക്ഷിക്കുന്നതല്ല. അങ്ങനെ ഇനി എന്തെങ്കിലും നടന്നാൽ അത് ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു പ്രിവെൻറ്റേഷൻ നിങ്ങൾ കാലുകൂട്ടി ഒന്നെടുത്താലും. വളരെ ദുഃഖകരമായൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.